സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ തുടർച്ചയായി രണ്ടാം പരാജയം നേരിട്ട് ശ്രീലങ്ക ലോകകപ്പിൽ നിന്നും പുറത്തായി. ന്യൂസിലൻഡ് നേടിയ 168-7 എന്ന സ്കോർ പിന്തുടർന്ന ലങ്ക 107-8 എന്ന നിലയിലെത്തി കീഴടങ്ങിയായിരുന്നു. ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും തിളങ്ങിയ ന്യൂസിലൻഡ് ഓൾറൗണ്ടർ രജിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഈ വിജയത്തോടെ ന്യൂസിലൻഡിൻ്റെ സെമി ഫൈനൽ പ്രതീക്ഷകൾ സജീവമായിരിക്കുകയാണ്. വെള്ളിയാഴ്ച നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം വിജയിച്ച് സെമി ഉറപ്പാക്കാനായിരിക്കും കിവീസിൻ്റെ ശ്രമം. മത്സരത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങിയ കിവീസിന് 4-ാം ഓവറിൽ തന്നെ ഓപ്പണർ ഫിൽ അലനെ നഷ്ടമായി. രജിൻ രവീന്ദ്ര പൊരുതി നിന്നെങ്കിലും ലങ്കയുടെ മികച്ച ബൗളിങ്ങിന് മുമ്പിൽ തകർന്നടിഞ്ഞ കിവീസ് 84-6 എന്ന തകർച്ചയിലേക്ക് വീണു. എന്നാൽ 7-ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ, കോൾ മക്കോഞ്ചി സഖ്യം തിരിച്ചടിച്ചതോടെ കിവീസ് ട്രാക്കിലായി. ഒടുവിൽ 168-7 എന്ന പൊരുതാവുന്ന സ്കോറിലെത്താൻ കിവീസിന് കഴിഞ്ഞു. 26 പന്തിൽ 2 4-ഉം 4 6-ഉം ഉൾപ്പെടെ 47 റൺസ് നേടിയ സാൻഡർ അവസാന പന്തിലാണ് പുറത്തായത്. അവസാന 4 ഓവറിൽ മാത്രം 70 റൺസാണ് കിവീസ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് ആദ്യ പന്തിൽ തന്നെ ലങ്കൻ സൂപ്പർ താരം നിസംഗയെ 0-ന് നഷ്ടമായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 20-2 എന്ന നിലയിലായിരുന്നു ലങ്ക. കിവീസിൻ്റെ മാരക ബൗളിങ്ങിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ട ലങ്കൻ ബാറ്റർമാർ ഓരോരുത്തരായി തിരിച്ചു കയറിയപ്പോൾ ഒരവസരത്തിൽ 59-6 എന്ന സ്ഥിതിയിലെത്തിയിരുന്നു. ഒടുവിൽ വാലറ്റക്കാരൻ വെല്ലലഗിയുടെ ചെറുത്തുനിൽപ്പിൽ 100 കടന്ന ലങ്ക 107-8 എന്ന സ്കോറിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. ശനിയാഴ്ച പാകിസ്ഥാനെതിരെയാണ് ശ്രീലങ്കയുടെ സൂപ്പർ 8-ലെ അവസാന മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.